എപ്പിസോഡ് 16 എല്ലാവർക്കും സ്വാഗതം. ഈ സമയം പാറുവിനോടുള്ള ദേഷ്യത്തിൽ നിൽക്കുന്ന ജ്യോതിയുടെ അടുത്ത് പോകുന്ന മോഹിനി ജ്യോതിയെ സമാധാനിപ്പിക്കുന്ന രീതിയിൽ ചേർത്ത് നിർത്തിയിട്ട് മോഹിനി ശക്തി പ്രയോഗിച്ച് ജ്യോതിയെ ബോധം കെടുത്തുകയാണ്. എന്നിട്ട് ജ്യോതിയുടെ കയ്യിൽ പിടിച്ച് വലിച്ചിഴച്ചുകൊണ്ട് ജ്യോതിയെ മോഹിനി അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. ഈ സമയം ജ്യോതിക്ക് കൊടുക്കാൻ വേണ്ടി രാഖിയുമായി ശങ്കർ ജ്യോതിയെ അന്വേഷിച്ച് നടക്കുകയാണ്. മറുവശത്ത് ഗിഫ്റ്റായി സ്വർണ്ണമൊന്നും കിട്ടാത്തത് കൊണ്ട് ദേഷ്യത്തോടെ പപ്പിയും പപ്പിയുടെ അമ്മയും ഇരിക്കുമ്പോൾ അവിടെ വരുന്ന ബബ്ലിയുടെ ക്യാമറയിൽ എടുത്ത ഫോട്ടോസ് പപ്പിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ആ ഫോട്ടോസ് കണ്ട് ദേഷ്യം വരുന്ന പപ്പി ബബ്ലി അടിക്കാൻ തുടങ്ങുമ്പോൾ ആ സമയം അവിടെ വരുന്ന പാറു പപ്പിയെ അടിക്കുകയാണ്. എന്നിട്ട് പപ്പിയോട് ബബ്ലിയെ ഉപദ്രവിച്ചാൽ അത് ചോദിക്കാൻ ആദ്യം ഞാൻ വരുമെന്ന്, നിങ്ങൾ വിചാരിക്കുന്നതൊന്നും ഇവിടെ നിന്ന് കിട്ടാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്നും പറഞ്ഞ് ബബ്ലിയും കൊണ്ട് പാറു അവിടെ നിന്ന് പോകുന്ന സമയം അവിടെ കറണ്ട് പോവുകയാണ്. പാറു ബബ്ലിയോട് പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് പോകുന്ന സമയം അവരുടെ അടുത്ത് കൂടി പോകുന്ന മോഹിനി പാറുവിന്റെ കയ്യിൽ നിന്നും ബബ്ലിയുടെ കൈ മാറ്റിയിട്ട് പാറുവിന്റെ കയ്യിൽ ജ്യോതിയുടെ കൈ വെച്ച് കൊടുക്കുകയാണ്. ആ സമയം അവിടെ കറണ്ട് വരുന്നു. കറണ്ട് വരുമ്പോൾ മോഹിനിയുടെ അടുത്ത് ബബ്ലി തറയിൽ ബോധമില്ലാതെ കിടക്കുന്ന ജ്യോതിയുടെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ് പാറു. ആ സമയം അവിടെ വരുന്ന ശങ്കർ ഇതെല്ലാം കാണുകയാണ്. ശങ്കറിനെ കാണുന്ന മോഹിനി പാറുവിനോട് നീ ജ്യോതിയോട് എന്താണ് ചെയ്തതെന്നും ജ്യോതിയെ ഈ അവസ്ഥയിലാക്കിയത് എന്തിനാണെന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന പാറു ശങ്കറിനോട് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നും പാറു ബബ്ലിയുടെ കൂടെ ആയിരുന്നു എന്നും ജ്യോതിയുടെ കൈ എന്റെ കയ്യിൽ വന്നത് എങ്ങനെയാണെന്ന് അറിയില്ല എന്നും പറയുകയാണ്. ആ സമയം അവിടേക്ക് എല്ലാവരും വരുന്നത് കാണുന്ന ബബ്ലി ശങ്കറിനോട് പാറു ഏട്ടത്തി പറഞ്ഞത് ശരിയാണെന്നും ബബ്ലി പാറുവിന്റെ കൂടെ ആയിരുന്നു എന്നും പറയുകയാണ്. ശങ്കർ ജ്യോതിയുടെ മുഖത്ത് വെള്ളം തളിക്കുമ്പോൾ ജ്യോതി കണ്ണു തുറക്കുകയാണ്. കണ്ണു തുറക്കുന്ന ജ്യോതിയോട് ശങ്കർ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ജ്യോതി ആലോചിച്ചിരിക്കുന്നത് കാണുന്ന മോഹിനിക്ക് മോഹിനിയുടെ പേര് ജ്യോതി പറയുമോ എന്ന് പേടി തോന്നുകയാണ്. അത് കാണുന്ന മോഹിനി ജ്യോതിയെ കൺട്രോളിലാക്കാൻ വേണ്ടി മാന്ത്രിക ശക്തി പ്രയോഗിക്കുന്ന സമയം ജ്യോതിയുടെ മുന്നിലായി ശങ്കർ നിൽക്കുന്നു. അതുകൊണ്ട് ശക്തി പ്രയോഗിക്കാൻ കഴിയാതെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് മോഹിനി. തുടർന്ന് ശങ്കർ ജ്യോതിയോട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ജ്യോതി ഒന്നും ഓർമ്മയില്ല എന്ന് പറയുന്നത് കേൾക്കുന്ന ശങ്കർ ജ്യോതി അങ്ങോട്ട് അവിടെ നിന്ന് പോവുകയാണ്. ശങ്കർ പാറുവിനെ വിശ്വസിച്ചതിൽ സന്തോഷത്തോടെ നിൽക്കുകയാണ് പാറു. മറുവശത്ത് ആരാണ് ജ്യോതിയുടെ കൈ എന്റെ കയ്യിൽ കൊണ്ടുവച്ചത്, എന്തിനാണ് അവർ ജ്യോതിയോട് അങ്ങനെ ചെയ്തത് എന്നൊക്കെ ആലോചിച്ച് പാറു നിൽക്കുമ്പോൾ അവിടെ പാറുവിന്റെ അടുത്ത് വരുന്ന ബബ്ലി എടുത്ത ഫോട്ടോസ് കാണിച്ചു കൊടുക്കുകയാണ്. ആ ഫോട്ടോസ് എല്ലാം നോക്കി തമാശ പറഞ്ഞ് രണ്ടുപേരും നിൽക്കുമ്പോൾ അതിലൊരു ഫോട്ടോ കണ്ട് പാറു ഞെട്ടി നിൽക്കുകയാണ്. ആ ഫോട്ടോ പാറു കയ്യിൽ എടുക്കുമ്പോൾ ബബ്ലി എടുത്ത ഫോട്ടോസ് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. ഈ സമയം ആ ഫോട്ടോയിൽ ആരോ ജ്യോതിയുടെ കയ്യിൽ പിടിച്ചിരിക്കുന്നതും ആ സ്ത്രീയുടെ കയ്യിൽ വള കിടക്കുന്നതും കാണുന്ന പാറു ഈ പാലസിൽ ആരായിരിക്കുന്നതെന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. തുടർന്ന് അവർ പട്ടം പറപ്പിക്കാൻ തുടങ്ങുകയാണ്. ശങ്കർ മോഹിനിയുമാണ് പട്ടം പറപ്പിക്കുന്നത്. ഈ സമയം അവർക്ക് എല്ലാവർക്കും കുടിക്കാൻ വെള്ളം കൊടുക്കാൻ വേണ്ടി വന്നതാണെന്നും പറഞ്ഞ് പാറു എല്ലാ സ്ത്രീകളുടെയും കയ്യിലെ വളകൾ നോക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള എല്ലാവരും ഫുൾ സ്ലീവ് ബ്ലൗസ് ഇട്ടിരിക്കുന്നത് കണ്ട് വിഷമിച്ച് നിൽക്കുകയാണ് പാറു. ഈ സമയം ശങ്കറിന്റെ പട്ടത്തിൽ മോഹിനിയുടെ പട്ടം കൊണ്ട് മോഹിനി കുരുക്കിട്ട് മോഹിനിയുടെ പട്ടം വലിക്കുമ്പോൾ ശങ്കർ താഴേക്ക് വീഴുകയാണ്. ശങ്കർ താഴേക്ക് പോകുന്നത് കണ്ട് എല്ലാവരും അലറി വിളിച്ച് കരയുന്ന സമയം അത് കാണുന്ന പാറു ടെറസിൽ നിന്ന് ചാടുകയാണ്. പാറു ചാടുന്നത് കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. പാറു ഒരു വലിയ പട്ടത്തിൽ പിടിച്ചിട്ട് ശങ്കറിന്റെ കയ്യിലും പിടിക്കുകയാണ്. ഈ സമയം പട്ടത്തിന് അവരുടെ രണ്ടുപേരുടെയും വെയിറ്റ് താങ്ങാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്ന ശങ്കർ പാറുവെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ച് ശങ്കർ പട്ടത്തിൽ നിന്ന് കൈവിടുകയാണ്. അത് കാണുന്ന പാറുവും പട്ടത്തിൽ നിന്ന് കൈവിടുന്നു. അവർ രണ്ടുപേരും താഴേക്ക് പോകുന്നത് കാണുന്ന എല്ലാവരും വിഷമത്തോടെ അലറി വിളിച്ച് കരയുകയാണ്. പപ്പിയും പപ്പിയുടെ അമ്മയും സന്തോഷത്തോടെ നിൽക്കുകയാണ്. അത് കാണുന്ന മോഹിനി നാഗമാണിക്യത്തിന് വേണ്ടി 200 വർഷം കാത്തിരുന്നു, ഇനി എനിക്ക് കാത്തിരിക്കാൻ വയ്യ, എന്റെ നാഗമാണിക്യം എന്ന് പറഞ്ഞ് അലറി വിളിക്കുകയാണ് മോഹിനി. അടുത്ത സീനിൽ ബോധമില്ലാതെ കിടക്കുന്ന ശങ്കറിന്റെയും പാറുവിന്റെയും അടുത്ത് കുറെ നാഗങ്ങൾ വരികയാണ്. അവർ നോക്കുമ്പോൾ കഴിഞ്ഞ ജന്മത്തെ നാഗരാജാവിനെയും നാഗറാണിയെയും കാണുന്ന അവർ രണ്ടുപേരുടെയും നെറ്റിയിൽ കൂളത്തിന്റെ ഇല കൊണ്ടുവെക്കുമ്പോൾ രണ്ടുപേർക്കും ബോധം വരികയാണ്. ബോധം വരുന്ന ശങ്കറിന് ഇത്രയും മുകളിൽ നിന്ന് വീണിട്ട് ഒന്നും സംഭവിച്ചില്ലല്ലോ എന്നും പറഞ്ഞ് അതിശയത്തോടെ നിൽക്കുകയാണ് ശങ്കർ. അത് കേൾക്കുന്ന പാറു ഇതെല്ലാം ശിവഭഗവാന്റെ പവർ കൊണ്ടാണെന്ന് പറയുന്നത് കേൾക്കുന്ന ശങ്കർ പാറു പറയുന്നതെന്ന് വിശ്വസിക്കാതെ നിൽക്കുകയാണ്. അവിടെ മുഴുവൻ നാഗങ്ങൾ ഉള്ളതുകൊണ്ട് ശങ്കർ പാറുവിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. പൂജയുടെ അവസാനം അവർ രണ്ടുപേരും മരിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന മോഹിനി സന്തോഷത്തോടെ നിൽക്കുകയാണ്. ഈ എപ്പിസോഡിന്റെ ഫുൾ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.